ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് IVF പ്രോസസ്സിനെ പറ്റിയാണ്. എന്തൊക്കെ സ്റ്റെപ്സ് ആണ് IVFൽ ഉള്ളതെന്നും എങ്ങനെയാണ് IVFിൻ്റെ കലണ്ടർ വർക്ക് ചെയ്യുന്നതെന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. IVF ചെയ്യാൻ പോകുന്ന എല്ലാ കപ്പിൾസിനും അല്ലെങ്കിൽ IVF പ്രോസസ്സിലൂടെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ കപ്പിൾസിനും IVFിൻ്റെ ഡീറ്റെയിൽസും IVF കലണ്ടറും അറിയണം എന്നുള്ളത് കമ്പൽസറി തന്നെയാണ്. കാരണം അത് കൃത്യമായി അറിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിന് നിങ്ങളുടെ സൈഡിൽ നിന്ന് 100% നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങളുടെ ടെൻഷനും സ്ട്രെസ്സും കൂടെ കുറഞ്ഞു കിട്ടുകയും ചെയ്യും. അതിനു മുമ്പായി നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനലിലോട്ട് ആദ്യമായിട്ടാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ട് അപ്പുറത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ നിങ്ങൾ മറക്കല്ലേ. അപ്പോൾ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോകാം. IVFിൻ്റെ പ്രോസസ്സിൽ മെയിനായിട്ട് 4 സ്റ്റെപ്സാണുള്ളത്. ആദ്യത്തേത് അണ്ടം കൂടുതലായി ഉണ്ടാകാനായിട്ട് ഇഞ്ചെക്ഷൻസ് എടുക്കേണ്ടി വരും. ഈ ഇഞ്ചെക്ഷൻ 10 തൊട്ട് 12 ദിവസം വരെ എടുക്കേണ്ടി വരും. അണ്ടം ഉണ്ടായി റെഡി ആയി കഴിഞ്ഞിട്ട് അകത്ത് റപ്ചർ ആകുന്നതിന് മുമ്പ് തന്നെ ആ അണ്ടം ശരീരത്തിൽ നിന്ന് വെളിയിലെടുക്കും. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്, എഗ് റിട്രീവൽ. ഇത് മയക്കിയാണ് ചെയ്യുന്നത്. അനസ്തേഷ്യ തരും. 10 തൊട്ട് 15 മിനിറ്റ് എടുക്കും ഈ ഒരു പ്രൊസീജിയർ ചെയ്യാനായിട്ട്. ഇതിൽ ഒരു തരത്തിലുള്ള പെയിനും നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. തേർഡ് സ്റ്റെപ്പാണ് ഫെർട്ടിലൈസേഷൻ, ലാബിലുള്ള എംബ്രിയോ ഡെവലപ്മെൻറ്റ്. ഏത് ദിവസമാണോ എഗ്ഗിനെ എടുക്കുന്നത് അതേ ദിവസം തന്നെ പാർട്ട്ണറിൻ്റെ സ്പേമുമായിട്ട് ആ എഗ്ഗിനെ യുണൈറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ എംബ്രിയോ ആക്കും. ആ എംബ്രിയോനെ ഇൻക്യുബേറ്ററിൽ വെച്ച് ഗ്രോ ചെയ്യിപ്പിക്കും. 3 ദിവസമോ അല്ലെങ്കിൽ 5 ദിവസമോ. അങ്ങനെ റെഡിയായ അല്ലെങ്കിൽ ഗ്രോ ആയ എംബ്രിയോനെ ട്രാൻസ്ഫർ ചെയ്യും. അതാണ് ഫോർത്ത് സ്റ്റെപ്പ്, എംബ്രിയോ ട്രാൻസ്ഫർ. അൾട്രാസൗണ്ട് വെച്ച് നോക്കിയാണ് ഇത് ചെയ്യുന്നത്. 2 അല്ലെങ്കിൽ 3 നല്ല ഗ്രേഡ് എംബ്രിയോ കാത്തീറ്റർ വെച്ച് ഗർഭാശയത്തിൽ എവിടെയാണോ ഇംപ്ലാന്റേഷൻ നടക്കാൻ സാധ്യത കൂടുതൽ ഉള്ളത് അവിടെ നിക്ഷേപിക്കും. ഒന്നൊന്നായിട്ട് നമുക്ക് ഓരോ സ്റ്റെപ്പും ഇനിയും കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ആദ്യത്തെ സ്റ്റെപ്പാണ് എഗ്ഗിനെ ഡെവലപ്പ് ചെയ്യുന്നത്. യൂഷ്വലി നമ്മൾ വിചാരിക്കുന്നത് ഒരു സൈക്കിളിൽ തന്നെ 10 തൊട്ട് 12 ദിവസത്തിൽ തന്നെ എഗ്ഗിനെ ഡെവലപ്പ് ചെയ്യിപ്പിക്കണം എന്നാണ്. അതിനു വേണ്ടിയാണ് ഹോർമോണൽ ഇഞ്ചെക്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഈ ഇഞ്ചെക്ഷൻ പീരീഡ്സിൻ്റെ ഏത് ദിവസത്തിൽ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ സാധാരണ എല്ലാവരും പീരീഡ്സിൻ്റെ 2ാം ദിവസമോ 3ാം ദിവസമോ ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ഒരു എക്സാമ്പിൾ ത്രൂ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ജൂൺ മാസം 1-ാം തീയതി പീരീഡ് സ്റ്റാർട്ടായി എന്ന് വിചാരിക്കുക. അപ്പോൾ 2-ാം തീയതി അൾട്രാസൗണ്ടും ബ്ലഡ് ടെസ്റ്റും ചെയ്ത് നോക്കും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അനുസരിച്ചാണ് ഏത് ടൈപ്പ് ഇഞ്ചെക്ഷൻ ആണെന്നും എത്ര ഡോസ് വേണമെന്നും തീരുമാനിക്കുന്നത്. ഇത് രണ്ടും ശരിയാണെങ്കിൽ അന്ന് തൊട്ട് തന്നെ എന്ന് പറഞ്ഞാൽ ജൂൺ 2 തൊട്ട് തന്നെ ഇഞ്ചെക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. 10 തൊട്ട് 12 ദിവസം വരെ ടോട്ടൽ ഈ ഇഞ്ചെക്ഷൻസ് എടുക്കേണ്ടി വരും. ജൂൺ 2 തൊട്ട് ജൂൺ 5 വരെ ഇഞ്ചെക്ഷൻസ് എടുത്തിട്ട് ഒരു ജൂൺ 6 ഒക്കെ ആകുമ്പോൾ എന്ന് പറഞ്ഞ് ആദ്യത്തെ 4 ഇഞ്ചെക്ഷൻസ് കഴിഞ്ഞിട്ട് ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കും. അപ്പോഴും ഇഞ്ചെക്ഷൻസ് കണ്ടിന്യൂ ചെയ്യും. പിന്നെയും ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ഒരു ജൂൺ 9 ഒക്കെ ആകുമ്പോൾ വീണ്ടും ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കും. അപ്പോഴും ഇഞ്ചെക്ഷൻസ് കണ്ടിന്യൂ ചെയ്യും ഒരു ജൂൺ 11 വരെ. ജൂൺ 12-ന് ലാസ്റ്റ് ഇഞ്ചെക്ഷൻ ട്രിഗർ ഇഞ്ചെക്ഷൻസ് എടുക്കും. അത് കഴിഞ്ഞ് 36 മണിക്കൂർ കഴിഞ്ഞിട്ട് എഗ് റിട്രീവലിൻ്റെ പ്രൊസീജിയർ ചെയ്യും എന്ന് പറഞ്ഞാൽ ജൂൺ 14-ന്. എന്നിട്ട് അതേ ദിവസം തന്നെ ഹസ്ബൻഡിൻ്റെ സ്പേമും എടുക്കും, എഗ്ഗുമായി യുണൈറ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് ലാബിൽ ഇൻക്യുബേറ്റ് ചെയ്യിപ്പിക്കും. ഇതാണ് എംബ്രിയോയുടെ ഡേ 0 എന്ന് പറഞ്ഞാൽ ജൂൺ 14-നാണ് എംബ്രിയോയുടെ ഡേ 0. പിന്നെ ലാബിൽ എംബ്രിയോയുടെ ഗ്രോത്ത് നമ്മൾ മാക്സിമം 3 തൊട്ട് 5 ദിവസം വരെയാണ് ചെയ്യിക്കുന്നത്. അപ്പോൾ ജൂൺ 15-ന് എംബ്രിയോയുടെ 1-ാം ദിവസം, ജൂൺ 16-ന് എംബ്രിയോയുടെ 2-ാം ദിവസം, ജൂൺ 17-ന് എംബ്രിയോയുടെ 3-ാം ദിവസം, ജൂൺ 18-ന് എംബ്രിയോയുടെ 4-ാം ദിവസം, ജൂൺ 19-ന് എംബ്രിയോയുടെ 5-ാം ദിവസം. നമുക്ക് 2 തൊട്ട് 3 നല്ല ഗ്രേഡ് എംബ്രിയോ കിട്ടിയെന്ന് തോന്നുമ്പോഴാണ് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നത്. എംബ്രിയോ ട്രാൻസ്ഫർ അനസ്തേഷ്യ ഒന്നുമില്ലാതെയാണ് നോർമലി ചെയ്യാറ്. പിന്നെ 12 തൊട്ട് 14 ദിവസം മരുന്ന് തരും.
ഏത് ദിവസത്തെ എംബ്രിയോ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതനുസരിച്ചാണ് എത്ര ദിവസം മരുന്ന് തരണം എന്ന് തീരുമാനിക്കുന്നത്. ചിലവർക്ക് ഇഞ്ചെക്ഷൻസും കൊടുക്കാറുണ്ട്. ആ മെഡിസിൻസ് ആണ് എംബ്രിയോ ഇംപ്ലാന്റ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഏകദേശം 2 ആഴ്ചത്തെ മെഡിസിൻസ് കഴിഞ്ഞിട്ട് ബീറ്റ HCG പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോഴാണ് നമ്മൾ ഇത്രയും ചെയ്തതിൻ്റെ ഔട്ട്കം നമുക്ക് മനസ്സിലാകുന്നത്. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ടതെന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ രീതിയും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. IVFൻ്റെ പ്ലേലിസ്റ്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് IVF റിലേറ്റഡ് എല്ലാ വീഡിയോസും ആ പ്ലേലിസ്റ്റിൽ കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ IVF കലണ്ടറിനെ നിങ്ങൾ നന്നായി മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ടെൻഷനും കുറയും. അതുമൂലം നിങ്ങളുടെ റിസൾട്ട് പോസിറ്റീവ് ആകുകയും ചെയ്യും. ഈ ഒരു ടോപ്പിക് റിലേറ്റഡ് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിലോ വേറെ ഏതെങ്കിലും ടോപ്പിക് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ താഴെ കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെയോ മെയിലിലൂടെയോ ഇൻസ്റ്റഗ്രാമിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാം. ഇത് മൂന്നിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. എന്നാൽ മാത്രമാണ് നമ്മൾ ഇനിയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ Jenny signing off. Take care and goodbye.